എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ലിറ്റിൽ മില്ലറ്റ് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മില്ലറ്റാണ് ഈ ഒരു ലിറ്റിൽ മില്ലറ്റ്. ഇതിന് മലയാളത്തിൽ ചാമ അരി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഈ ഒരു ചാമ അരി വെച്ചിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചാമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണെന്ന്. ഇത് നമുക്ക് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ദിവസം ചോറ് പോലൊക്കെ ഉണ്ടാക്കി കഴിക്കണതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ ഈ ഒരു മില്ലറ്റൊക്കെ കഴിക്കണത് നല്ലതാണ് കേട്ടോ. അവരുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയാനൊക്കെ ഈ ഒരു മില്ലറ്റ് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മില്ലറ്റ് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. ഇതിൽ ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് ഒരു 4-5 പ്രാവശ്യം ഇതൊന്ന് കഴുകിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് കഴുകിയിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ ചാമ റൈസ് ഞാനിവിടെ നല്ലോണം തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇത് പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുതിർത്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കഴുകി എടുത്ത ഉടനെ തന്നെ നമുക്ക് ഉപ്പുമാവോ അതല്ലെങ്കിൽ ചോറോ കഞ്ഞിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉഴുന്ന് പരിപ്പിന് പകരം കടലപ്പരിപ്പ് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വറ്റൽമുളക് കട്ട് ചെയ്തിട്ടുള്ളതും ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് കേട്ടോ. ഞാനിവിടെ പകുതി സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സവാളൊക്കെ ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബീൻസൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സവാളയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ചാമ റൈസിന് 2 കപ്പ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാലാണ് അത് കറക്റ്റായിട്ട് വെന്തിട്ടൊക്കെ കിട്ടുള്ളൂ. ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇങ്ങനെ മുന്നിട്ടൊക്കെ നിൽക്കണം കേട്ടോ. എന്നാലാണ് ഉപ്പുമാവ് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ആ ഒരു ഉപ്പുമാവിൽ ഉപ്പൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ഒരു പച്ചക്കറിയൊക്കെ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചാമ റൈസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചാമ റൈസൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതെല്ലാം കൂടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാനായിട്ട്. ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ പെട്ടെന്നൊക്കെ അങ്ങനെ വറ്റിയിട്ടൊക്കെ കിട്ടും. പക്ഷേ ഈ ഒരു റൈസ് ഒട്ടും വെന്തിട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇതുപോലെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാനായിട്ട്. എന്നാലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു റൈസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടൊക്കെ കിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വെന്തിട്ടൊക്കെ വരുന്ന ഒരു റൈസാണ് കേട്ടോ. അത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഈ ഒരു ചാമ റൈസ് വേവാനായിട്ട്. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്നും കൂടെ വറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്കിത് ഡിന്നറൊക്കെ ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണെന്ന്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസ് വെച്ചിട്ട് ചോറ് പോലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഒരു നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അത് കാരണം നമുക്ക് അലർജി പോലുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം കേട്ടോ. ചിലർക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ അലർജിയൊക്കെ പോലെ ഉണ്ടാവില്ല, ചൊറിച്ചിലൊക്കെ വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭക്ഷണത്തിലൊക്കെ ഒരു നേരം ചപ്പാത്തിക്ക് പകരമൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു മില്ലറ്റ് വളരെയധികം നല്ലതാണ് കേട്ടോ. നമ്മൾ നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഇതുപോലുള്ള മില്ലറ്റൊക്കെ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഈ ഒരു മില്ലറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കെല്ലാവർക്കും എളുപ്പം കിട്ടുന്ന റാഗി വെച്ചിട്ടൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി പുട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ലിങ്കൊക്കെ കൊടുത്തേക്കാം.
പിന്നെ റാഗി വെച്ചിട്ട് ഹെൽത്തി ഡ്രിങ്ക് മോർണിംഗ് ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്